മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഇൻ ഫേവർ ഓഫ് UDF എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. കോർപ്പറേഷൻ പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ കോർപ്പറേഷൻ നോക്ക്, BJPയും ഏറെക്കുറെ തുല്യമായി വരുന്നൊരു സിറ്റുവേഷനാണ്. 38-30 UDF പിന്നോട്ട് പോയിരിക്കുന്നു. മറ്റുള്ളവർ ആരാന്ന് നോക്കുക. ഇത് വലിയൊരു എന്താ പറയുക, ഒരു പക്ഷേ മാറിമറിക്കപ്പെട്ട ട്രെൻഡാണ്. ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ മറ്റ് ഉള്ളവരെ കൂട്ടിച്ചേർത്ത് പോലും ഒരു കക്ഷിക്കും, അതായത് ഇവിടെ ഒരു ബദൽ, അതായത് തിരുവനന്തപുരത്ത് BJP ഒരു ബദലാണെന്നുള്ള ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു കഴിഞ്ഞു. കേരളമാകെയില്ലെങ്കിലും അതൊരു താങ്കളെ തുറച്ചു നോക്കുന്നതിന് കണക്കല്ലേ അത്? പറയൂ. അങ്ങനെയല്ല, BJP ഇതില്ല താങ്കളെ പറയേണ്ടത്. BJP അല്ല, ഞാൻ വിജയകുമാർ സാഹു ചിരിച്ചോണ്ട് ചോദിച്ചാണ്. അല്ല വിജയകുമാർ സാർ, ഞാൻ നിങ്ങളോട് ചോദിച്ചോണ്ട് അല്ല, ഞാനത് വിചാരിച്ചില്ല. BJP തിരുവനന്തപുരത്ത് ഒരു അപ്രതീക്ഷിതമായി വിജയം നേടി എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചതല്ല ഈ വിജയം. പക്ഷേ ഇത് കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. ചില താല്പര്യങ്ങളും ചില സംഭവങ്ങളും ഇതിനനുരോധമായി ഉണ്ടായിട്ടുണ്ടാകും. ഒരു വ്യക്തത തരാൻ വേണ്ടി എന്റെ കൺട്രോൾ റൂമിനോട് വാർഡിന്റെ കണക്കിലേക്ക് പോവുക. വാർഡിന് അപ്പൊ അവിടെ ഒരു ട്രെൻഡ് കിട്ടും. വാർഡിലേക്ക് വരിക, നോക്കുക. ഇത് വളരെ പ്രസക്തമാണ്. ഇതിലൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇത് വളരെ അടുത്ത് പറയുന്നതിലൊരു പോയിന്റ് ഞാൻ ഇവിടെ കാണുകയാണ്. നോക്കുക, 15,000 വാർഡുകളിൽ LDF 4159 വാർഡുകൾ ലീഡ് ചെയ്യുന്നു. UDF ഇത് വാർഡിലേക്ക് വരട്ടെ. അല്ല, നിങ്ങൾ കാണിക്കണം. 3498 UDF, മറ്റുള്ളവർ 698. ഈ മറ്റുള്ളവർ ആരാന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നത് BJP 542, BJPക്ക് ഇപ്പോൾ തന്നെ 550-560 വാർഡുകളുണ്ട്. ഇതൊരു 1000 കടന്നാൽ മാത്രമേ BJPക്ക് ഒരു എഡ്ജ് ഉണ്ടെന്ന് മനസ്സിലാകുള്ളൂ. അതുപോലെ മറ്റുള്ളവരിൽ SNDPക്ക് ഒരു 500 കടന്നാൽ മാത്രമേ SNDPക്ക് ഒരു പക്ഷേ ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു ശാക്തിക ചേരി ഉണ്ടാകുന്നുള്ളൂ. ഇതാണ് അജിത്ത് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഈ 694 എത്ര SNDP ഉണ്ടെന്നും നോക്കണം. അതുപോലെ 542 എത്ര SNDPക്കാർ താമരയിൽ മത്സരിച്ചു എന്നും മനസ്സിലാക്കണം. ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ വലിയൊരു വിജയം കാണുന്നില്ലെങ്കിൽ പോലും ചില പോക്കറ്റുകളിൽ. പക്ഷെ ഒരു കാര്യമുണ്ട് ബിട്ടാസ്, ഇത് നമുക്ക് കേരളത്തിന്റെ പൊതു സ്വഭാവം എടുക്കാം. പക്ഷെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്ത് പൊതുരംഗത്ത് പരാജയപ്പെട്ടാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിജയം BJPയുടെ ശക്തിയെ കുറച്ചു കാണണ്ട. BJPയുടെ ശക്തിക്ക് കിട്ടിയ സ്വീകാര്യത തന്നെയാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, കോർപ്പറേഷന്റെ പുതിയ നിലയിലേക്ക് നമ്മൾ വരുവാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ 27-26. തിരുവനന്തപുരത്തേക്ക് പോരാം. 38-32. കോൺഗ്രസ് 18, മറ്റുള്ളവർ 3. അല്ല, ബ്രിട്ടാസത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്താണ് ഈ ചർച്ചകളിലൊക്കെ BJP പോലും അവകാശപ്പെട്ടത് മാക്സിമം 25 സീറ്റാണ്. 25 സീറ്റ് അവർ അവകാശപ്പെട്ടിരുന്നുള്ളൂ. അവരുടെ അവകാശം അത് 32ആയി. വിജയകുമാർ ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് വെച്ചാൽ ഇത് ആര് ഭരിക്കും? ഇത് ഒരുപക്ഷെ കോൺഗ്രസും CPM കൂടി ഭരിക്കുമോ? CPM-ഉം BJP ആയിട്ട് രണ്ടു കൂട്ടരും കൂടാൻ തയ്യാറാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പ്രതിസന്ധിയാണ്. ഒരു വലിയ കക്ഷിക്ക് ഭരിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നുകൂടായില്ല. സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയെ വിളിക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ളവർ പിന്തുണയ്ക്കണം. തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായാലേ അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കും. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള മേജർ അപ്സെറ്റ്സ് വരുന്നത്. തലസ്ഥാനത്ത്. അതെ, നോക്കുക, 92% വാർഡുകളാണ് എവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ. ഓക്കെ, നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുവാണെങ്കിൽ 100-ൽ 92 മാത്രമേ ട്രെൻഡ് കിട്ടിയിട്ടുള്ളൂ. നമ്മോടൊപ്പം BJPക്ക് പ്രതീക്ഷിച്ച ഒരു നേട്ടം ഉണ്ടായിട്ടില്ലെന്നും എങ്കിലും ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ പറയാവുന്നത്. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2ാം സ്ഥാനത്ത് വന്നുകൊണ്ട് സ്വന്തം കണക്കുകൂട്ടലുകളെ പോലും മറികടന്നുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്ത് പറയുന്നു ഒരു പഴയ BJP നേതാവ് എന്നുകൂടിയുള്ള ഇതൊരു സ്വാഭാവികമായ വിജയമാണെന്നാണ്. അപ്രതീക്ഷിതമല്ല.
എന്ന് മാത്രമല്ല അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ സീറ്റുകളുടെ എണ്ണം ഇനിയും കൂട്ടാൻ കഴിയുമായിരുന്നു. പല സ്ഥലത്തും 1-2 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. ചന്ദ്രശേഖർ മാറിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ LDF 39, UDF 18, BJP 11, മറ്റുള്ളവർ 3. വീണ്ടും ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ മാറ്റം മറിച്ചുകൾ വന്നിരിക്കുന്നു. എങ്കിൽ പോലും 51 എന്ന ആ സംഖ്യയിലേക്ക് ആരും എത്താൻ സാധ്യതയില്ല. ശ്രീ വിജയകുമാർ, താങ്കൾ നേരത്തെ ഒരുപക്ഷെ വ്യക്തമായ ഒരു ലീഡ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും അവിടെ ഇടതുപക്ഷത്തിന് വ്യക്തമായ ഒരു ലീഡില്ല, ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഇത് കറക്റ്റ് റിസൾട്ട് അല്ലല്ലോ, ലീഡാണ്. ഈ ലീഡിൽ ചില മാറ്റങ്ങൾ വന്നാൽ റിസൾട്ടിൽ മാറ്റം വരാം. ഈ ലീഡിൽ കാരണം 39 ഉണ്ട്, ഒരു 11 സീറ്റിന് കുറവാണ്. 12. അജിത്തെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് നടക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിലാണ്. ഒരു അജിത്തിന് താല്പര്യമുള്ള ഒരു മേഖലയാണ്. അതായത് കണ്ണൂര് 27-27, കണ്ണൂരിൽ 27-27 ഒരു വിമതൻ, അത് UDF വിമതൻ. അങ്ങനെ വളരെ രസകരമായ അനിൽ, നിങ്ങളെ കിട്ടേണ്ട സമയമാണിത്. തന്ത്രങ്ങൾ മുഴുവൻ പിഴച്ചു. ഒരുപക്ഷെ അത് സംബന്ധിച്ചുള്ള ഒരുപാട് ശബ്ദവിന്യാസങ്ങൾ ഇനി UDF ക്യാമ്പിലും കോൺഗ്രസ് ക്യാമ്പിലും ഉയരുന്നുണ്ടാവും. ഇന്ദിരാഭവനിലെ മൗനം അർത്ഥഗർഭമാണ് എന്നൊക്കെയാണ് ഇവിടെ അജിത്തും PP ജെയിംസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പക്ഷേ ഹോഴ്സ് മൗത്ത് കുതിരമുഖത്ത് കിട്ടട്ടെ. പറയൂ. അല്ല, റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയം ഉണ്ടാകാം, പരാജയം ഉണ്ടാകാം. ആ പരാജയങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ് ഒരു പാർട്ടി ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിനെക്കുറിച്ചൊരു വിലയിരുത്തലോ അല്ലെങ്കിൽ അതേക്കുറിച്ച് ആധികാരികമായ ഒരു അഭിപ്രായമോ പറയാൻ സാധ്യമല്ല. പക്ഷേ എവിടെയോ ഒരു പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ പിഴവ് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് 11-ാം തീയതി ചേരുന്ന 11ഉം 12ഉമായി ചേരുന്ന പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്യും. ആ പിഴവ് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചയുണ്ടാകും, അത് പരിഹരിക്കും. ഒരുപക്ഷെ ഒരു കോൺഗ്രസ് നേതാവിന് പറയാവുന്ന ഭാഷയിൽ ഏറ്റവും ശക്തമായ പ്രതികരണമാണ് നമ്മുടെ സുഹൃത്ത് നടത്തിയിരിക്കുന്നത്. പിഴവ് സംഭവിച്ചിരിക്കുന്നു, ആ പിഴവ് സംബന്ധിച്ചുള്ള പ്രതികരണം ഔദ്യോഗികമായി ചർച്ച ചെയ്ത് വ്യക്തമായിട്ടൊരു പാർട്ടി നിലപാട് 11-12 തീയതികളിൽ ഞങ്ങൾ പുറത്തുവിടുന്നതാണ്. അജിത്തെ, ഇത് കൂടുതൽ അനിൽ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അല്ല. കാരണം അനിൽ അങ്ങനെ പറയേണ്ട ആളുമാണ്. കാരണം ഈ കോൺഗ്രസ്സിന് ഉണ്ടായത് ഒരു തിരിച്ചടിയാണ്. ആ തിരിച്ചടി യാഥാർത്ഥ്യ ബോധത്തോട് ഉൾക്കൊള്ളണം. ആ UDFന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മറ്റ് KPCC പ്രസിഡന്റും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇത് ഗവൺമെന്റിനോടുള്ള ഒരു റഫറൻഡമാണെന്ന് വ്യക്തമാക്കിയുണ്ടായി. അപ്പോൾ ഇതൊരു തിരിച്ചടി എന്ന് പറയുമ്പോൾ ഇതെന്തായാലും എവിടെ ഇല്ല, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഒരു അല്പം ആശ്വാസ പ്രകടനമുള്ളത്. ആ മുനിസിപ്പാലിറ്റികളെല്ലാം UDFന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ്. ആയിരിക്കാം. അപ്പൊ എങ്കിലും അല്ല, റിസൾട്ട് അല്ല, വിജയമാണ്. വിജയത്തിന് പകരം വിജയമാണ്. അപ്പൊ അതുകൊണ്ട് വിജയത്തെ വിജയമായി കാണുമ്പോൾ ആ മുനിസിപ്പാലിറ്റിയിൽ ആശ്വാസ വിജയം നേടിക്കൊണ്ട് ഒരു ഭരണത്തെയോ ഒരു മുന്നണിയുടെയോ പ്രതിച്ഛായ മെച്ചപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ജേക്കബ് ജോർജ്, ഇതൊരു ജനവിധിയാണ്. സർക്കാരിന്റെ വിധിയെഴുത്താണ്, സർക്കാരിന് മേലുള്ള വിധിയെഴുത്താണ് എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷമല്ല, സാക്ഷാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെ പ്രഖ്യാപിച്ചൊരു മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഈ ഒരു പരാജയത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? ചുരുങ്ങിയ അത് അങ്ങനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അങ്ങനെ പ്രഖ്യാപിച്ചത് അരുവിക്കരയ്ക്ക് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് എന്ന സംഘടന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തീരെ ബലഹീനമായി പോയി. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഇവിടെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കോൺഗ്രസ് എവിടെയാണ് വളർന്നത്? ഗ്രൂപ്പ് നേതാക്കന്മാർ വളർന്നു. കോൺഗ്രസിൻ്റെ അകത്ത് പ്രാദേശിക നേതാക്കളും പ്രാദേശിക നേതൃത്വവും ക്ഷയിച്ചു. തിരുവനന്തപുരം അതാണ് കാണിച്ചിരുന്നത്. അതിൽ വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുക്കുകയാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF 36, UDF 20, BJP 32, മറ്റുള്ളവർ 3. ഒരു ത്രികോണ മത്സരമാണ്. പക്ഷേ പിന്നോട്ട് പോയത് UDF ആണ്. സ്വാഭാവികമായിട്ടും ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ UDFനെ പിന്തുണയ്ക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ആന്റി ഇൻകംബൻസിയുടെ പ്രയോജനം കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. അതിൽ ഇതൊക്കെ തിരിഞ്ഞു നോക്കേണ്ട. ഒരുപക്ഷെ ഞാൻ ഒറ്റ ചോദ്യം താങ്കളോട് ചോദിക്കട്ടെ. ഉമ്മൻചാണ്ടിയുടെ മൗനം, അതാണ് ഒരുപക്ഷെ ഒരുപാട് ടെലിവിഷൻ സ്റ്റുഡിയോകളിൽ ആൾക്കാർ ചോദിക്കുകയും ചർച്ച ചെയ്തത്. ആ ഒരു മൗനം ഒരുപക്ഷെ UDFന് വലിയ ചെലവുള്ളതായി മാറിയോ, കോസ്റ്റ്ലി ആയോ? അല്ല, അതിനകത്ത് വേറൊരു കാര്യം റിട്ടാസേ, ഇത് ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധ വികാരമല്ല.
കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ലല്ലോ ഇതുണ്ടായത്. കൊച്ചിൻ കോർപ്പറേഷൻ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്, കണ്ണൂർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തിരുവനന്തപുരത്ത് ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇതിനകത്ത് CPM ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം കൂടെയുണ്ട്. ജയൻ ബാബുവിനെ തോൽപ്പിച്ചിരിക്കുന്ന BJP, ഹരിയെ തോൽപ്പിച്ചിരിക്കുന്ന BJP. അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇതിനകത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് LDFിൻ്റെ സീറ്റുകളിലാണ് BJP വിജയം കണ്ടിട്ടുള്ളത്, ബഹുഭൂരിപക്ഷവും. ഞങ്ങളുടെ സീറ്റിൽ LDFും കുറെ സീറ്റുകൾ ജയിച്ചിട്ടുണ്ട്. നഗരസഭ കോർപ്പറേഷനോടുള്ള ആന്റി ഇൻകംബൻസി UDFന് തുണ ചെയ്തില്ല, അതിന്റെ നേട്ടം കൊണ്ടുപോയത് BJP ആണെന്നാണ് ആദ്യം പറഞ്ഞത്. ആന്റി ഇൻകംബൻസി ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. അല്ല, ആന്റി ഇൻകംബൻസി ഇവിടുത്തെ കോർപ്പറേഷന്റെ ഭരണത്തിലുള്ള ആന്റി ഇൻകംബൻസി ഗുണം ചെയ്തത് BJPക്ക് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ല, ഞാൻ CPM ആയിട്ട് പറയുന്നതല്ല, ഞാൻ CPM. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലവാരത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ പോലുള്ള കരുത്തി സ്ഥലങ്ങളിലൊന്നും UDFനില്ലേ. BJP ആണ് CPMനെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ടല്ലോ UDF അപകടകരമായ തരത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോയതിൻ്റെ ഗുരുതരാവസ്ഥ എന്താ ബോധ്യപ്പെടാത്തത്? VM സുധീരൻ തന്നെ, ചേട്ടൻ്റെ നേതാവ് VM സുധീരൻ തന്നെ പറഞ്ഞല്ലോ, കേരളത്തിലെ ജനകീയ കോടതി തീരുമാനിക്കും. ആ കോടതി തീരുമാനിച്ചിരിക്കുകയാണ് ചില കാര്യങ്ങൾ. കേരളത്തിൻ്റെ ജനകീയ കോടതി, തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കണ്ണൂർ ഏത് കാലത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂർ വിജയകുമാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപക്ഷെ വളരെ വീണ്ടും ഒരുപക്ഷെ BJPയും LDFും സമാസമം വരാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല. LDF 36, UDF 20, BJP 33, മറ്റുള്ളവർ 3. ഒരു സമാസമ സിറ്റുവേഷനിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുകയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടായ മാറ്റമാണ്. അതിൽ കുറേ മാറ്റങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും BJP അവരുടെ തന്നെ പ്രതീക്ഷകൾക്ക് ഉപരിയായിട്ട് കുറച്ച് സീറ്റുകൾ വിജയിച്ചിട്ടുണ്ട്. അത് UDFന്റെ സഹായത്തോടെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ രാജേട്ടനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ BJP ജയിച്ചു പോയി, മേയറായി പോയേനെ. അല്ല, ഗവർണർ സ്ഥാനമൊക്കെ പോട്ടെ, മേയർ സ്ഥാനമെങ്കിലും കിട്ടിയേ അദ്ദേഹത്തിന്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മുമ്പ് ഗവർണറായിരുന്ന ആളാണ്, അല്ല മേയറായിരുന്ന ആളാണ്. കണ്ണൂർ കോർപ്പറേഷൻ അനിലെ UDFന്റെ കോർപ്പറേഷനാണ്, UDFന് വേണ്ടി രൂപീകരിച്ച കോർപ്പറേഷനാണ്. അതിലൊരു മാറ്റം വരാൻ പറ്റില്ല. തൃശ്ശൂർ LDF മുന്നോട്ട് നിൽക്കുന്നു. ഇപ്പോ പുതിയ ചിത്രം വന്നപ്പോ 5 ലെവലിലും LDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. 486 ഗ്രാമപഞ്ചായത്തുകളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. 384 UDF, 19 BJP, 93 ബ്ലോക്ക് പഞ്ചായത്തിൽ LDF, 58 ബ്ലോക്ക് പഞ്ചായത്തിൽ UDF, ഒരിടത്ത് മറ്റാരോ മുന്നിട്ട് നിൽക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് 9-5 എന്ന നിലയിലാണ് ഇപ്പോ LDFനൊപ്പം. 9-5. അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ UDFനുണ്ടായിരുന്ന നേരിയ ഒരു മേൽക്കൈ ഇപ്പോൾ പുറകോട്ട് വന്നിട്ടുണ്ട്. 44 മുനിസിപ്പാലിറ്റികളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. 41-ലാണ് അവിടെ കടുത്ത മത്സരം നഗരപ്രദേശത്ത് നടക്കുകയാണ്. 41-ലാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. 4-2 എന്ന നിലയ്ക്കാണ് കോർപ്പറേഷൻ. അതിൽ ഈ LDFന്റെ 4 എന്ന് പറയുന്നിടത്ത് ഈ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന ആനുകൂല്യത്തോടു കൂടിയാണ്. ജില്ലാ പഞ്ചായത്ത് 9. അതിൽ ഞങ്ങളിവിടെ ചർച്ച തുടങ്ങുമ്പോൾ പലരും പ്രതീക്ഷിച്ചിരുന്നു, ഒരുപക്ഷെ ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്ത് സമസമം, കോർപ്പറേഷൻ സമസമം, മുനിസിപ്പാലിറ്റിയിൽ വേണമെങ്കിൽ UDFന്റെ എഡ്ജ്. ഇതായിരുന്നു സ്വാഭാവികമായിട്ടുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയം. ഇത് മുഴുവൻ മലക്കം പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ UDFനെതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്താണ് നടന്നിരിക്കുന്നത്. BJPയുടെയും SNDPയുടെയും ഒരുപക്ഷെ ചില പെർഫോമൻസുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് ആവാഹിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്ത് നടന്നിരിക്കുന്നു. അല്ല, അതിനകത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ എന്താ സ്ഥിതി? 487-380 പ്രകടമായ വ്യത്യാസം. അല്ല, കോർപ്പറേഷനിലോ അല്ലെങ്കിൽ മറ്റ് മുനിസിപ്പാലിറ്റികളിലോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലോ ഉള്ള ഒരു വ്യത്യാസം, അതിനാനുപാതികമായ വ്യത്യാസം ഗ്രാമപഞ്ചായത്തിലില്ല. ഞാൻ പറയട്ടെ, ഇത് നോക്കാം, ബ്ലോക്ക് ഇത് വളരെ പൊളിറ്റിക്കൽ. അത് കഴിഞ്ഞ തവണ UDFന് അനുകൂലമായ തരംഗം ഉണ്ടായിരുന്നപ്പോഴും ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾ പുറകിലായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതിനകത്ത് ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ ഇവിടങ്ങളിലെല്ലാം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് അതാത് ജില്ലകളിലുള്ള
നേതൃത്വമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു വന്നത് അതാത് പഞ്ചായത്തുകളിൽ താഴെത്തട്ടിൽ നിന്ന് വാർഡുകളിൽ നിന്നാണ്. അപ്പൊ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നതിനകത്തുള്ള വലിയ അപാകത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വെളിവാക്കുന്നത്. എല്ലാ കാലത്തും അജിത്തെ ജേക്കബ് ജോർജ് എല്ലാ കാലത്തും UDF കുറച്ച് റിബൽസും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? എല്ലാ പാർട്ടിക്കും ഉണ്ടാവും. എല്ലാ പാർട്ടിക്കും ഉണ്ടാവില്ലേ? എല്ലാ പാർട്ടിക്കും ഉണ്ടാവും. നമ്മൾ സംസാരിക്കുന്നത് അല്ല അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത്തവണ സ്ഥാനാർത്ഥികളായി വന്ന ആളുകളെക്കാൾ തിരുവനന്തപുരത്തിൽ പെട്ടെന്നൊരു മാറ്റം LDF 40 കുതിച്ചിരിക്കുന്നു. പെട്ടെന്നൊരു മാറ്റം വന്നിരിക്കുന്നു. LDF 40, UDF 20, BJP 32. വളരെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചിരിക്കുന്നു. LDF 40, UDF 20, BJP 32, മറ്റുള്ളവർ 4. അപ്പോഴും തൂക്കുസഭാ സാധ്യതകൾ മാറിയിട്ടില്ല. BJPയുടെ വരൂ അജിത്ത് പറയും. രാജൻ പറയും. അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംശയം തോന്നും. ഞാൻ പറഞ്ഞ ഈ അനിച്ചേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ അനിച്ചേട്ടൻ പറഞ്ഞ കാര്യമാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പറയായിരുന്നല്ലോ, അതാത് സ്ഥലങ്ങളിൽ പ്രാദേശികമായ തീരുമാനം എടുക്കുന്നു. KPCC അല്ല ഇത് തീരുമാനിക്കുന്നു, അതാത് കമ്മിറ്റികൾ തീരുമാനിക്കുന്നു. എന്റെ ഭരണത്തിന്റെ വിലയിരുത്തലേ അല്ല, പ്രാദേശികമായ വിഷയം നോക്കി നടത്താം എന്ന് പറയാമായിരുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞു എന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാണ്. DS സുധീരൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, DS സുധീരൻ പറഞ്ഞു ജനകീയ കോടതി വിധിക്കും. സാധാരണത്തിൽ അനിൽ അങ്ങനെ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട ഒരാളല്ല. ജനകീയ കോടതി വിധിക്കും. അതാണ് ജനകീയ കോടതി വിധിച്ചു. ഈ സ്ഥാനാർത്ഥികളെല്ലാം കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ വിധിയെഴുത്താണെന്ന് പറഞ്ഞത്. ആവർത്തിച്ച് പറഞ്ഞു സർക്കാരിന്റെ വിധിയെഴുത്താണ്. സമ്മതിക്കാനില്ലേ? അതായത് സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണ് എന്നിപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നു. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു, ക്യാമ്പയിന്റെ എല്ലാ ഘട്ടങ്ങളിലും പറഞ്ഞിരിക്കുന്നു. അതായത് ഇത് എന്റെ ഭരണത്തിന് മുകളിലുള്ള വിധിയെഴുത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. തോറ്റിരിക്കുന്നു. എല്ലാ തലങ്ങളിലും UDF പിന്നോട്ട് പോയി. ഇത്രയും വലിയൊരു മുന്നണി സന്നാഹങ്ങൾ 2010 മുന്നണിയേക്കാൾ വലുതായ ഒരു മുന്നണി, അതായത് RSP കൂടി ചേർന്നിരിക്കുന്നു. 1-2 ജില്ലകളുടെ ഭാഗധേയത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി. മൂന്നാമത് SNDP BJPയുടെ ആവിർഭാവം ഇടതുപക്ഷ വോട്ടുകളിലേക്ക് കടന്നു ചെല്ലുമെന്ന് ഉമ്മൻചാണ്ടിയും രാഷ്ട്രീയ നിരീക്ഷകരും കണക്കുകൂട്ടി, ഇൻക്ലൂഡിംഗ് അജിത്തും ഇൻക്ലൂഡിംഗ് ജേക്കബ് ജോർജും കണക്കുകൂട്ടി. ഇത്രയും 2 അനുകൂല ഫാക്ടർ ഉണ്ടാവുമ്പോൾ 2010 ബെറ്റർ ചെയ്യേണ്ടതിന് പകരം ഒരുപക്ഷെ സർക്കാരിനെതിരെയുള്ളൊരു വിധിയെഴുത്ത് സാർവത്രികമായ തലങ്ങളിൽ സംഭവിക്കുമ്പോൾ അനിലിനെ പോലെ നീതിമാനായ ഒരു രാഷ്ട്രീയക്കാരൻ കുറച്ചും കൂടി പറയേണ്ട സമയമല്ലേ ഇത്? അനിലെ 12 തീയതി കഴിയട്ടെ. 11-12 വരെ ഒന്നും പോവില്ല. 9-ാം തീയതി ഹൈക്കോടതി വിധി പറയാൻ വേണ്ടി പോവാണ്. ആദ്യം പാർട്ടിയിൽ പറയണം, പിന്നെ പുറത്ത് പറയാവൂ. അല്ല അനിലെ, ഒരു സെക്കൻഡ്, ഇത് KM മാണിയെ ചുമന്നതിനുള്ള ഒരു പാപഭാരം കൂടി കോൺഗ്രസ് ഇപ്പോൾ ഏറ്റുവാങ്ങുകയാണോ? എന്ത് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ഒന്നും ഇതേ ഞാൻ പറഞ്ഞല്ലോ, പരാജയം സമ്മതിക്കുന്നു. അതിന്റെ കാര്യങ്ങൾ വിലയിരുത്തട്ടെ, പാർട്ടി വിലയിരുത്തട്ടെ. എന്നിട്ട് എന്താണ് അതിന്റെ റീസൺ എന്ന് വെച്ചാൽ പറയാലോ. എനിക്ക് അനിലിനോടുള്ള ഇഷ്ടം എന്താ അറിയോ? അനിലിന്റെ മൗനത്തിലൂടെയാണ് അനിൽ കുറെ സംസാരിക്കുന്നത്. അനിലെ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജേക്കബ് ജോർജ് അങ്ങനെയല്ലേ? അനിൽ വളരെ ക്ലാരിറ്റി ഉള്ള നേതാവാണ്. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും. ഇപ്പം ക്ലാരിറ്റിയുടെ മനസ്സിൽ കാര്യങ്ങളുണ്ട്, പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അനിലിനെ ഒരുപക്ഷെ ഇതിനേക്കാൾ ഉയരത്തിൽ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഒരുപക്ഷെ നയപരമായ ചില തീരുമാനങ്ങൾ കൂടി അനിൽ പറയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രസ്താവന എഴുതി വെച്ചിട്ടുണ്ട്, 12 കൊടുക്കുള്ളൂ. അതാണ് മുഖ്യമന്ത്രി മാത്രമല്ല, KPCC പ്രസിഡന്റ് പറഞ്ഞു ജനങ്ങൾ തീരുമാനിക്കുമെന്ന്. ജനങ്ങൾ തീരുമാനിച്ചു, ജനകീയ കോടതി. അല്ല, ഇത് എന്തായാലും ഇടതുപക്ഷത്തിന് വ്യക്തമായിട്ടുള്ള മേൽക്കൈ ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഭവിച്ചിരിക്കുന്നു. എല്ലാ തലങ്ങളിലും, മുനിസിപ്പാലിറ്റി ഒഴിച്ച് എല്ലാ തലങ്ങളിലും ഇടതുപക്ഷത്തിന് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം. ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് ആ മുൻതൂക്കം ഏറ്റവും കൂടുതൽ പ്രകടമായിരിക്കുന്നത്, ഗ്രാമപഞ്ചായത്തുകളിലും. മുനിസിപ്പാലിറ്റികളുടെ കാര്യം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ശരിയായ ഒരു ജനങ്ങളുടെ വിലയിരുത്തലല്ല. അത് കൃത്രിമമായിട്ട് 31 മുനിസിപ്പാലിറ്റികൾ ജയിക്കുന്നതിന് വെച്ചാൽ വാർഡ് വിഭജിച്ചത് രാഷ്ട്രീയമായിട്ടും വർഗീയമായിട്ടും കൂടി ചേർന്നിട്ടാണ്. അതിൻ്റെ ഭാഗം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കോടതിയുടെ ഒരു തീരുമാനവും ഇലക്ഷൻ കമ്മീഷൻ തീരുമാനവും വന്നപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ റിസൾട്ട് ഇതേ ആയിരിക്കില്ല.
മുനിസിപ്പാലിറ്റികളിലും വരാൻ പോകുന്നില്ല. മുനിസിപ്പാലിറ്റികൾ കൃത്രിമ വിഭജനത്തിലൂടെയാണ് വിജയിച്ചത്. ഞാൻ ചോദിക്കട്ടെ, പുതിയ അങ്ങനെയല്ലേ? തളിപ്പറമ്പ് എടുക്കൂ നിങ്ങൾ. ഇടതുപക്ഷം കഴിഞ്ഞ തവണ അധികാരത്തിലിരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വീതം വെച്ച എങ്ങനെയാ? അതിന്റെ ശരിയായ ശാസ്ത്രീയ കാലാകാലങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ആളുകള് അല്ല, ഒരു തെരഞ്ഞെടുപ്പിന് ഒരു സംവിധാനം രൂപീകരിക്കുമ്പോ അത് ജയിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏത് കാലത്തും ഏത് മുന്നണിയും ചെയ്യും. അതിന് തർക്കമുള്ള കാര്യമല്ല. അതിൽ കുഴപ്പങ്ങളില്ല. ഇപ്പൊ ഇവിടെ സംസാരിച്ചനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് മാറിപ്പോയ രണ്ട് പാർട്ടികൾ RSPയും ജനതാദളും അവരുടെ ഏറ്റവും വലിയ ശക്തി കാണിക്കാൻ കഴിയുന്ന രണ്ട് ജില്ലകൾ കൊല്ലവും വയനാടുമാണ്. ആ റിസൾട്ട് ഒന്ന് നോക്കാമോ? വളരെ പ്രധാനം. പക്ഷേ JDU എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പക്ഷെ അവരെ ഏറ്റവും ശക്തമായി നിലനിൽക്കുകയാണ്. ഇപ്പോ UDF വിജയിപ്പിക്കാൻ ശക്തി കേന്ദ്രങ്ങളുടെ ആദ്യത്തെ ട്രെൻഡ് നമ്മൾ പറഞ്ഞിരുന്നു. എതിരാണ്. KPCC ഓഫീസിൽ നിന്ന് തത്സമയം അനിൽ താങ്കളുടെ നേതാവ് വരട്ടെ. ഒന്നും പറയുന്നില്ല. അനിലിനെ പോലെ തന്നെ മൗനമാണ്. ഫോണിലാണ്. പക്ഷെ ഫോണിൽ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഏതോ ഒരു കോണിൽ ഒരു ചിരി വരുന്നുണ്ട് അജിത്തെ, അല്ലേ? ശരിയല്ലേ? അതുണ്ട് ജേക്കബേ, ഒരു കോണിൽ എന്തോ ഒരു ചിരിയുണ്ട്. അല്ല, നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്നുള്ളതാണ് ആരോടോ പറയാണ്. അത് ഒരുപക്ഷെ KPCC ഭവനിലുള്ള എല്ലാവരുടെയും മുഖവും മ്ലാനമതമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു പിക്ചർ KPCC ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മൾ വീണ്ടും നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തത്സമയത്തിലേക്ക് പോകുന്നു. ഇവിടെ രാമപിള്ള സാറിൻ്റെ ഒരു സഹായം നമുക്ക് വേണം. BJP 17 പഞ്ചായത്തുകളിൽ വിജയിക്കുന്നതായി കാണുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ 2-3 പഞ്ചായത്തായിരുന്നു, അത് 17ലേക്ക് വർദ്ധിക്കുന്നു. നാല് പഞ്ചായത്ത്, അത് 20ലേക്ക് വരുന്നു. അതൊരു പ്രകടമായിട്ടുള്ള വ്യത്യാസമല്ലേ? വലിയ വ്യത്യാസമാണ്. ഒരുപക്ഷെ നേതൃത്വം കുറച്ചും കൂടി കാര്യഗൗരവത്തോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി മുന്നേറ്റം ഉണ്ടാക്കാമായിരുന്നോ? നിലവിലുള്ള രാഷ്ട്രീയത്തിൽ ഇത്രയും കിട്ടിയാൽ പോരായിരുന്നു. അത് കിട്ടാതിരുന്നതിന്റെ കാരണം നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ്. അജിത്തെ, വളരെ കൃത്യമായി രാമപിള്ള സാർ എത്രയോ പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു BJPക്ക് വലിയൊരു അവസരം ഉണ്ടായിരുന്നു, പക്ഷേ അവസരം ചില പോക്കറ്റുകളിലേക്ക് മാത്രം ഒതുക്കിയതിന്റെ കാരണം നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ശ്രീ മുരളീധരൻ അവസരത്ത് പെരുമാറിയിട്ടില്ലെന്നല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണ്. ഒന്നും കൂടെ പറയാം സാർ, സമീപനായിട്ട് ഈ അനിലിന്റെ അടുത്തിരുന്നിട്ട് ഈ സമീപം ആകിയിട്ട് മനസ്സ് തുറക്കുക. എനിക്കൊരു ചോദ്യമുണ്ട്. ഈ 19-20 ഗ്രാമപഞ്ചായത്തുകൾ BJP നേടി. തിരുവനന്തപുരത്ത് ഭയങ്കര നേതാക്കന്മാരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടം നേടി. ഈ BJPയുടെ ഈ നേട്ടം മോഡിയുടെ നേട്ടമാണോ, വെള്ളാപ്പള്ളിയുടെ നേട്ടമാണോ, മുരളീധരന്റെ നേട്ടമാണോ? രാമപിള്ള സാർ ഉത്തരം പറ. പ്രധാനമായിട്ട് നരേന്ദ്രമോദി അധികാരമേറ്റത് മുതൽ ഇതുവരെ നടത്തി വന്ന പ്രഖ്യാപനങ്ങളും നടപടികളും എല്ലാം തന്നെ ജനങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിൽ വലിയൊരു മാസ്മരിക പ്രഭാവം ചെലുത്തിയിട്ടുണ്ട്. വാരണാസി പോയി. അതിന് പുറമെ വെള്ളാപ്പള്ളിയുടെ പിന്തുണയും ചെറിയൊരു സപ്പോർട്ടാണ്. അത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെട്ടു എന്ന് പറയാൻ സാധ്യമല്ല. രാമപിള്ള സാറിന്റെ പ്രഖ്യാപനം വളരെ കൃത്യമാണ്. BJP നേതൃത്വത്തിന്റെ പിടിപ്പുകേടുകൾ കാരണം കിട്ടേണ്ടിയിരുന്ന വിജയം BJPക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല. മോഡിയുടെ ഇമേജിലാണ് BJP ഈ ഒരു പെർഫോമൻസ്, ഈ ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. എന്താണ്? സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് പ്രകടമാണെന്നും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് മോഡിയുടെ അക്കൗണ്ടിൽ ഈ പറഞ്ഞ പെർഫോമൻസിനെ പെടുത്തണമെന്നാണ് രാമപിള്ള സാർ പറഞ്ഞത്. രാമപിള്ള സാർ പറഞ്ഞത് വളരെ അല്പം സൗമ്യമായിട്ട് പറഞ്ഞതിനെ കുറച്ചും കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ ആക്കിയതാണ്. രാമപിള്ള സാറ് മിസ് കോൾ നൽകിയോ? ഇല്ല, ഉത്തരവില്ല. നമ്മൾ ചന്ദ്രശേഖർ ഒന്ന് പഞ്ചായത്തിലൂടെ പോകേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോഴും നേരത്തെ പറഞ്ഞ അതേ നില തുടരുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ മാത്രം UDFന് മേൽക്കൈ, മറ്റെല്ലായിടത്തും LDFന്റെ മേൽക്കൈയാണ് നിലനിൽക്കുന്നത്. 487 ഗ്രാമപഞ്ചായത്തുകളിൽ LDF മുന്നിൽ നിൽക്കുന്നു. UDF 386-ൽ, BJP 20 ഗ്രാമപഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. മറ്റുള്ളവർ 18 എണ്ണത്തിൽ. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാൽ 93-59 എന്ന നിലയിൽ LDF ആദ്യം മുതൽ നിലനിർത്തിയിരുന്ന ആ ലീഡ് നില തുടരുകയാണ്. 93-51. ഇവിടെ BJP ചിത്രത്തിലില്ല.
ജില്ലാ പഞ്ചായത്തിലും 8-6 എന്ന നിലയ്ക്ക് LDF തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ 44 സീറ്റുകൾ UDF-ഉം LDF 42 സീറ്റുകളും. അങ്ങനെ നഗരങ്ങൾ ഏതാണ്ട് തുല്യമായി പങ്കിടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. കോർപ്പറേഷനിൽ 4 ഇടത്ത് ഇപ്പോഴും LDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. UDF-ന്റെ നേട്ടം 2 എണ്ണത്തിൽ മാത്രമാണ്. 4 എണ്ണത്ത് LDF മുന്നിട്ട് നിൽക്കുന്നുവെങ്കിലും തിരുവനന്തപുരത്ത് ആർക്കും ഭരിക്കാനാവാത്ത സ്ഥിതി, തനിയെ ഭരിക്കാനാവാത്ത സ്ഥിതി ഉണ്ടാവും. ചന്ദ്രശേഖർ, നമുക്കിനി ജില്ലകളിലൂടെ ഒരു പര്യടനം അനിവാര്യമാണ്. എന്താ കാരണം വെച്ചാൽ ഇതൊരു മൊത്തം ചിത്രം ജില്ലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ലഭിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത്. ഓക്കെ, തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുന്നു വീണ്ടും. ഷിബിജി കുമാർ 42, BJP 32, UDF 21. ഒരുപക്ഷെ LDF പയ്യെ ഇഴഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു ഭൂരിപക്ഷം ആദ്യത്തെ വരവിന്റെ ഒരു ഇതിലേക്ക് വരുവാണ്. ഓക്കെ, നമ്മൾ ജില്ലകളിലേക്ക് പോവാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോകുന്നു. ചന്ദ്രശേഖർ, തിരുവനന്തപുരം, കണ്ണൂർ 2 കോർപ്പറേഷനാണ് UDF ലീഡ് ചെയ്യുന്നത്. അതില് കണ്ണൂരും അതുപോലെ കൊച്ചി. പക്ഷെ കണ്ണൂര് ഒരുപക്ഷെ അത് വിജയം ഉറപ്പിച്ചെങ്കിൽ പോലും വേണമെങ്കിൽ അത് എങ്ങനെയാണ് പര്യവസാനിക്കുന്നത് പറയാൻ കഴിയില്ല. ഇത് ലീഡാണ്. അല്ല, ഒരു സൂചനയുണ്ട്. അതായത് ആർക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും 2 വിമതന്മാർ ജയിച്ചിരിക്കുന്നു. ആ ഒരു വിമതൻ പറഞ്ഞിരിക്കുന്നത് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ സുധാകരൻ പറഞ്ഞാൽ പോരാ. ശ്രദ്ധിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സുധാകരൻ പറഞ്ഞാൽ പോരാ, അനിലോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ പറയണം. അനിൽ പറഞ്ഞാലും മതി, അതിന്റെ അർത്ഥം അല്ലേ? അതുല്യമാണ്. പ്രാദേശിക നേതൃത്വം ശരിയല്ല. അതെ, പ്രാദേശിക നേതൃത്വം ശരിയല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ കണക്കെ വീണ്ടും വരുന്നു. 2 കൊച്ചി കോർപ്പറേഷൻ വ്യക്തമായിട്ടുള്ള ലീഡ് അചഞ്ചലമാണ്. 38, ആകെയുള്ള 74-ൽ 38. പക്ഷെ LDF മോശമാക്കിയിട്ടില്ല, 23ലേക്ക് വന്നു. നമ്മള് BJP 2 സീറ്റ്, മറ്റുള്ളവർ 11 സീറ്റ്. ആ മറ്റുള്ളവർ 11 ഒരുപക്ഷെ അനിലിന്റെ പാർട്ടിക്കാർ തന്നെ ആകാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. കൊല്ലത്ത് ഇടതുപക്ഷം വ്യക്തമായ ലീഡ് 35. അനിലെ, ഈ RSPയെ ചുമന്നതിന്റെ ഒരു പാപഭാരം അവിടെ നിങ്ങൾക്ക് തിരിച്ചടിയായി. ഇപ്പം ഷിബുവിന്റെ ഡിവിഷൻ പോലും പോയി. അല്ല, അതിനകത്തൊരു കാര്യം, ഇപ്പൊ ഒരു മുന്നണിക്കകത്തുള്ള ഒരു ഘടകകക്ഷി, ആ ഘടകകക്ഷി പുതുതായിട്ട് വന്ന് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവർ വന്നിട്ട് ഗുണം കിട്ടിയിട്ടില്ല. ഓക്കെ, ശരി. ഓക്കെ, 2 കോഴിക്കോട് ഇടതുപക്ഷം വിജയം സ്ഥാപിച്ചു കഴിഞ്ഞു. ആകെയുള്ള 75-ൽ 47 ഡിവിഷനുകളിൽ LDF 47, UDF 20, BJP 7 സീറ്റ്. BJPക്ക് 1 സീറ്റൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയൊരു വളർച്ച എനിക്ക് തോന്നുന്നു കോഴിക്കോട്. അതിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, BJPയുടെ വളർച്ച ബാധിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. അജിത്തെ, ശ്രദ്ധിക്കുക. അതായത് എനിക്ക് തോന്നുന്നു ന്യൂനപക്ഷ വോട്ടുകൾ LDF-ലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. കറക്റ്റ്. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ്. അതായത് ഇവിടെയാണ് അനിലെ ഉമ്മൻചാണ്ടിയുടെ മൗനം. BJP SNDP ഐക്യത്തെ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്തത് LDF ആണ്. ഉമ്മൻചാണ്ടിയുടെ മൗനം ഇവിടെ കോൺഗ്രസിനെ വേട്ടയാടി. മറ്റു ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ ഫേവറേറ്റ് ഉണ്ടാകാം, ഇവിടെ വേട്ടയാടിയിരിക്കുന്നു. ശരിയല്ലേ? ഒരു കണക്കൂട്ടിൽ പിഴച്ചോ? അല്ല, ഉമ്മൻചാണ്ടിയുടെ മൗനം വേട്ടയാടിയതല്ല, ഈ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഏതാണ്ട് ശരിയാണ്. കാരണം അവിടെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് കിട്ടിക്കൊണ്ടിരുന്നത് LDF-ലേക്ക് ഒരു ചെറിയ ഷിഫ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. തിരുവനന്തപുരം വീണ്ടും മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് 42. എന്തായാലും സംസ്ഥാന വ്യാപകമായിട്ട് ഇടതുപക്ഷത്തിന്റെ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. സംസ്ഥാനത്തുടനീളം LDF-ന്റെ വ്യക്തമായിട്ടുള്ള മേൽക്കോയ്മ, ആ മേൽക്കൈ, അതിന്റെ പ്രതിഫലനം ഒരുപക്ഷെ നമ്മൾ തെരുവോരങ്ങളിൽ കാണുന്നു. വളരെ പ്രകടമായിട്ടുള്ള ഒരു സന്തോഷത്തിലേക്ക് പോയിരിക്കുന്നു. നമ്മളിനി കോർപ്പറേഷൻ പോക്കുന്ന തൃശ്ശൂര് അനിലെ, തൃശ്ശൂര് അനിലിന്റെ പാർട്ടി തോക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നു? ഞങ്ങളാരും. അജിത്തെ, നമ്മൾ വിചാരിച്ചിരുന്നോ? തൃശ്ശൂർ UDF-ന് നമ്മൾ എഴുതി വെച്ചതാണ്. നോക്ക്, 55 സീറ്റിൽ 21 സീറ്റ് LDF, 16 സീറ്റ് UDF, 6 സീറ്റ് BJP, 7 മറ്റുള്ളവർ. അതിൽ വിമതരെ കണ്ടേക്കാം. അവിടെ തൂക്കല്ലേ വരിക, തൂക്കാണ് വരുന്നത്. പക്ഷേ 21 സീറ്റ് LDF എന്ന് പറയുമ്പോൾ
വേണമെങ്കിൽ ഒരു 27ലേക്ക് വരുത്താൻ വേണമെങ്കിൽ